ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ലീന പ്രസിഡന്റിനോട് നീ എന്നെ ഒറ്റപ്പെടുത്താൻ പോവാണോ എന്ന് ചോദിച്ചതും പ്രസിഡന്റ് നീ എപ്പോഴും ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. എന്റെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, നീ അദ്ദേഹത്തോടൊന്നും സംസാരിച്ചു നോക്ക്, അങ്ങേരെ എക്സലന്റ് ആണ്, കമ്പനി അതിന് പേ ചെയ്തോളാം, നിനക്ക് ചെയ്യേണ്ടത് എന്താണോ അത് നീ ചെയ്യേ, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറയുന്നു. ലീന, അതായത് ഞാൻ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യുവാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നേ, ഞാൻ ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നു. പ്രസിഡന്റ്, ഇപ്പോ കമ്പനിയുടെ മോശ സമയത്ത് നീ ഇൻവെസ്റ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, ഞാനിതിന് നിന്നെ അഭിനന്ദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല, ഞാൻ കമ്പനി ഷെയർസ് നിനക്ക് ഓഫർ ചെയ്തതാണ്, നീ പറഞ്ഞു നിനക്ക് വൈസ് പ്രസിഡന്റ് ആവണമെന്ന്, നിനക്ക് മ്യൂസിക്കിനെ കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ ഡിസ്കിനെ കുറിച്ചോ ഒന്നും അറിയില്ല, എന്നാലും ഞാൻ അവസാനം സമ്മതിച്ചു. എന്നിട്ട് നീ എന്തെങ്കിലും നല്ലത് ചെയ്തോ? ബോക്സ് ഫേമസ് ആയിരുന്ന സമയത്ത് നീ തന്നെ ആയിരുന്നില്ല അവൻ ഇൻചാർജ് എന്ന് ചോദിക്കുന്നത് ലീന. ബോക്സ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാറ് പോലുമില്ല, ബോക്സ് മാത്രമല്ല ഷെൻഷനും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാറില്ല, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ, നിനക്കെന്താ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തത്? നിനക്ക് കമ്പനിയെ കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല, നീ ഞാൻ പറയുന്നത് കേൾക്ക്, നീ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇവിടെ ഇരിക്കെ, കമ്പനി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം, നിനക്കൊന്നും ചെയ്യാതെ പണം വാങ്ങാം, ഒരുപാട് പേരുടെ ആഗ്രഹമല്ല അത് എന്ന് പ്രസിഡന്റ് ചോദിക്കുന്നു. ലീന, എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്കൊരു പാവയാവേണ്ട കാര്യമില്ല, പിന്നെ നീ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കണ്ട, ഞാൻ നിന്റെ ഇൻവെസ്റ്റർ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്, അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞ് എന്നെ വലിച്ചെറിയാന്ന് നീ വിചാരിക്കണ്ട എന്ന് ദേഷ്യത്തിൽ പറയുന്നു. ആ കമ്പനിയുടെ കാര്യത്തിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്നാൽ നിന്റെ കാര്യത്തിൽ എനിക്കതില്ല, പിന്നെ ഇത് എന്റെ കമ്പനിയാണ്, ഞാനാണ് ഇവിടെ ബോസ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെ ആരും ഇവിടെ പഠിപ്പിക്കണ്ട എന്ന് റൂഡായിട്ട് പ്രസിഡന്റ് പറയുന്നു. ലീന പിന്നെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, സാഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡേ സീറോ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുവാണ്. ഇപ്പൊ രണ്ടുപേരും സംസാരിക്കുന്നു. പ്രസിഡന്റ്, മിസ്റ്റർ ചങ് എന്നോട് പറഞ്ഞു നീ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സോങ് എഴുതുവാണെന്ന്, അതെങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നു. സീറോ, അത് നന്നായി തന്നെ പോകുന്നുണ്ട്, ഞാൻ ഇത്തവണ എന്റെ തന്നെ മ്യൂസിക്കിലുള്ള അറിവ് ഉപയോഗിച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇതൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോങ്സ് പ്രസന്റ് ചെയ്യാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ, പക്ഷേ പഴയ വർക്ക് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് പുതിയ സോങ് വേണം എനിക്ക് കൊണ്ടുപോകാൻ, പുതിയതിന് മാത്രമേ ട്രെൻഡ് ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. പ്രസിഡന്റ്, നീ കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നതും അതെനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സോങ് കേട്ടാൽ അവർ ഈ ചൈനീസ് സിംഗറിനെ ഒരിക്കലും മറക്കില്ല, അവന്റെ പേര് സീറോ എന്നായിരിക്കും എന്ന് സീറോ കോൺഫിഡന്റോടെ പറയുന്നു. പ്രസിഡന്റിനും ആ ഒരു ഉത്തരം ഒരുപാട് ഇഷ്ടമാവുന്നു. ഇപ്പൊ ബോക്സ് കമ്പനിയിലേക്ക് വരുവാണ്, ബാൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് അവൻ കമ്പനിയിലേക്ക് വരുന്നത്, ആരും ഇല്ലാത്ത സമയമാണ് അതിന് വേണ്ടിയിട്ട് അവൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റ് അവനെ കാണുന്നതും ഒരുപാടായല്ലോ കണ്ടിട്ട്, എങ്ങനെയുണ്ട് നിന്റെ അസുഖമൊക്കെ, ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ നന്നായിട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ്, ആക്ച്വലി നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ജീവിതമാകുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും, മുമ്പ് നിന്റെ പൊട്ടൻഷ്യൽ നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്ക് നിന്റെ പൊട്ടൻഷ്യൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, മുമ്പ് നിന്നെ കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അത് നിന്റെ കയ്യിലാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ബോക്സു, ഞാനെല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടി തീരെ ഇഷ്ടമല്ല, എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. പ്രസിഡന്റ്, അതിന് പറ്റില്ല, നീ ഫേമസ് ആണ്, നിനക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ നീ തോറ്റുപോയാൽ എന്ത് ചെയ്യും, അത് ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. ബോക്സു, നിങ്ങൾക്ക് എന്നെ ഇതുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതും പ്രസിഡന്റ്, ട്രെയിനിങ് ചെയ്യുന്നത് നിന്റെ രോഗത്തിന് നല്ലതല്ല, നീ ഒരു രോഗിയാണെന്ന് ഓർമ്മ വേണം എന്ന് പറയുന്നു. ബോക്സു, മനസ്സിലായി, ഞാൻ ആരുടെയും കാല് പിടിക്കാറില്ല, ഈ സംസാരം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞ്, ബൈ ദി വേ നിങ്ങളാണ് രോഗിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഡയറക്ടർ ഡു ഈ സംസാരം കേട്ടിട്ടുണ്ട്. ബോക്സ് ദേഷ്യത്തിലെ കാറിലേക്ക് കയറിയിട്ട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഡയറക്ടർ ഡു അങ്ങോട്ടേക്ക് വരുന്നത്. ഡയറക്ടർ ഡു അവനോട് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചതും, ഓക്കെ ആവാൻ പറ്റില്ലല്ലോ, എന്നെ ബാൻ ചെയ്തു, ഓക്കെ കുഴപ്പമില്ല, എന്നാൽ ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ലാന്ന് അങ്ങേരോട് പോയി പറഞ്ഞേക്ക് എന്ന് പറയുന്നു. ഡയറക്ടർ ഡു, എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ സ്വപ്നം എന്നതിലുപരി മ്യൂസിക്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ അതിന്റെ പവർ ഫീൽ ചെയ്യുന്നു. ഈ ഒരു കാര്യം കേൾക്കുന്നതും ബോക്സ് താങ്ക്സ് പറയുന്നു. ഡയറക്ടർ ഡു സ്മൈൽ ചെയ്തുകൊണ്ട് ഓക്കെ പറഞ്ഞു പോകുന്നു. ലോ ബാറ്ററിയിലായിരുന്ന ബോക്സ് ഫുൾ ചാർജ് ആവുകയും ചെയ്യുന്നു. ഇപ്പൊ ബോക്സ് പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ അവനോട് പ്രസിഡന്റിനെ കാണാൻ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുന്നു. ബോക്സ് അവളോട്, നിന്നോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, മ്യൂസിക് നിന്റെ ഡ്രീം ആണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷനും ആ എന്റെ ചെറുപ്പം തൊട്ടെ എന്ന് പറയുന്നു. നിനക്കതിൽ വിശ്വാസം ഉണ്ടോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷൻ അത് അറിയില്ല എന്നാണ് ഉത്തരം കൊടുക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അയാൾക്ക് എന്നെ 4 വർഷത്തിന് ബാൻ ചെയ്യാനേ പറ്റുള്ളൂ, എന്നെ ഒരിക്കലും തളർത്താൻ പറ്റില്ല, കാരണം എന്റെ മ്യൂസിക് വഴി ഞാൻ ഈ ചൈനീസ് പോപ്പ് മ്യൂസിക്കിനെ തന്നെ മാറ്റിമറിക്കും, അയാളെയും എന്നിൽ വിശ്വാസം ഇല്ലാത്തവരെയും ഞാൻ തളർത്തും എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷനും ഹാപ്പി, ഇതെല്ലാം കേട്ടോണ്ടിരുന്ന മിസ്റ്റർ ഗോവും ഹാപ്പി. ഷെൻഷൻ, ഇപ്പൊ നീ ട്രൈ ചെയ്തില്ലേ, ഇനി എന്റെ ടേൺ ആണ്,
കോമ്പറ്റീഷന് വേണ്ടി നിനക്ക് ടിക്കറ്റ് ഞാൻ തരാം എന്ന് പറയുന്നു. എങ്ങനെ എന്നവൻ ചോദിച്ചതും ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നവൾ പതിവ് റിപ്ലൈ കൊടുക്കുന്നു. ഷെൻഷൻ ഇപ്പൊ വൂഗോങ്ങിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വൂഗോങ്ങിനെ കാണുന്നതും അവൾ വൂഗോങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. വൂഗോങ് എന്റെ അടുത്തേക്ക് വന്നു പോരുത്, നീ ദൂരേക്ക് പോ, ഫാൻസ് ഗ്രൂപ്പിനെ വെച്ചിട്ട് നീ ഇനിയും എന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അത് ഞാനല്ല ചെയ്തത്, പോലീസ് അത് കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് വൂഗോങ്ങിനെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യുന്നതും അയ്യോ വേണ്ട ഞാൻ ഡയറ്റിലാണ് എന്ന് വൂഗോങ് പറയുന്നു. ഷെൻഷൻ ആക്ച്വലി എനിക്കൊരു സഹായം വേണമായിരുന്നു, സിംഗിങ് കോൺടെസ്റ്റിലെ ബോക്സുവിന് പങ്കെടുക്കാൻ അനുവാദം തരണം എന്ന് പറയുന്നു. വൂഗോങ് ബോക്സു പിന്നെയും ബോക്സു എന്ന് ചോദിച്ചാൽ അവിടുന്ന് പോകാൻ നിൽക്കുവാണ്. എന്നാൽ ഷെൻഷൻ അതിനെ സമ്മതിക്കുന്നില്ല. വൂഗോങ് നീ ഒരു നല്ല കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വെറുതെ നീ അവന് വേണ്ടിയിട്ട് സമയം കളയരുത് എന്ന് അഡ്വൈസ് കൊടുക്കുന്നു. ഷെൻഷൻ ചൈനയുടെ ബെസ്റ്റ് ഐഡൽ സിംഗറിനെ കണ്ടുപിടിക്കാനുള്ള കോമ്പറ്റീഷൻ ആണിത്, അവനെ അതിനും പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് പറയുന്നു. എനിക്ക് ഒരു നഷ്ടവുമില്ല, അവൻ ഇല്ലെങ്കിലാണ് എനിക്ക് സുഖം എന്ന് പറഞ്ഞ് വൂഗോങ് അവിടുന്ന് പോകുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ബോക്സുവിന്റെ അച്ഛന്റെ പി എ അങ്ങോട്ടേക്ക് വരുന്നു. ബോക്സുവിന്റെ അച്ഛന്റെ അടുത്തേക്ക് ഷെൻഷനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പി എ വന്നിട്ടുള്ളത്. ഷെൻഷൻ ഒന്ന് ആലോചിച്ച് കാറിലേക്ക് കയറുന്നു. ഇപ്പൊ ഷെൻഷൻ ബോക്സുവിന്റെ അച്ഛനെ മീറ്റ് ചെയ്യുന്നു. ബോക്സുവിന്റെ അച്ഛൻ നിന്നെ കാണണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാടായി, എന്നാ ഞാൻ ബിസി ആയിരുന്നു, ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് എന്ന് പറഞ്ഞ് നീ എന്റെ മകനെ നോക്കുന്നതിൽ നന്ദിയുണ്ട്. അവൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുപ്പം തൊട്ടേ വികൃതിയായിരുന്നു. ചെറുപ്പത്തിൽ അവന്റെ അമ്മ മരിച്ചു, വളർന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഒരു കോളേജിലേക്ക് അയച്ചു. പക്ഷെ അപ്പോഴും കുറച്ച് ആളുകളുടെ കൂടെ കൂടിയിട്ട് മ്യൂസിക്കും പ്ലേ ചെയ്ത് നടക്കുമായിരുന്നു. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്. അവന്റെ മാർക്കൊക്കെ വളരെ മോശമായിരുന്നു. സമയം കഴിയുന്നതിനനുസരിച്ച് അവൻ മ്യൂസിക് ഗിവ് അപ്പ് ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോഴും അവന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇതൊരു ഫാമിലി ബിസിനസ് ആണ്, ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു അവകാശമില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഷെൻഷനോട് ചോദിക്കുന്നു. ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഷെൻഷൻ ഉത്തരം കൊടുക്കുന്നു. ബോക്സുവിന്റെ അച്ഛൻ ബോക്സ് ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഷെൻഷൻ അവന് മ്യൂസിക് ആണ് ഇഷ്ടം, അതിൽ എന്തെങ്കിലും നേടിയെടുക്കാനാണ് അവൻ ആഗ്രഹം എന്ന് പറയുന്നു. നോക്ക്, നീ പറയുന്നതും സെയിം തന്നെയാണ്, അവന് മ്യൂസിക് ഇഷ്ടമാണ്, ആ കാര്യം എനിക്ക് അറിയാവുന്നതുമാണ്. ഞാൻ അതിനൊന്നും എതിരല്ല, സിംഗിങ് എന്ന് പറയുന്നതൊക്കെ ഹോബിയാണ്, എനിക്കും ഹോബിയുണ്ട്, എനിക്കത് ചെയ്യാനും ഇഷ്ടമാണ്. എന്നാൽ ഞാനത് കരിയർ ആയിട്ട് എടുത്തിട്ടില്ല. അവനും ഹോബി കരിയർ ആയിട്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലാവുന്നുണ്ടോ എന്ന് ബോക്സുവിന്റെ അച്ഛൻ ചോദിക്കുന്നു. ഷെൻഷൻ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എന്നെ കാണണം എന്ന് പറഞ്ഞത് ഒരു ഏജന്റ് എന്ന നിലയ്ക്ക് ഞാൻ എന്റെ ടാലന്റിനോട് മ്യൂസിക് ഗീവ് അപ്പ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതുവഴി നിങ്ങളുടെ ബിസിനസ് ഏറ്റെടുക്കാൻ അല്ലേ? നിങ്ങൾക്കറിയുന്നത് പോലെ അവന് ആർക്കും അറിയില്ല, അവന് ഏറ്റവും ഇഷ്ടം മ്യൂസിക് ആണ്, അത് തന്നെയാണ് അവൻ ഇപ്പൊ ചെയ്യുന്നതും. ഒരു ഏജന്റ് എന്ന നിലയ്ക്ക് അവന്റെ മോശം അവസ്ഥയിൽ അവനെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാത്രമേ ഞാൻ ശ്രമിക്കുകയുള്ളൂ, ഒരിക്കലും അവനെ ഗീവ് അപ്പ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പൊ ഞാൻ ചെയ്താലും അവൻ അത് ചെയ്യില്ല എന്നവള് പറയുന്നു. ബോക്സുവിന്റെ അച്ഛൻ അതെ നീ അവന്റെ ഏജന്റ് ആണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു സിംഗറും ഏജന്റും തമ്മിലുള്ള റിലേഷൻ മാത്രമല്ല ഉള്ളത്, അവന്റെ മേലെ നിനക്ക് വേറെ കുറച്ച് ഫീലിങ്സ് കൂടെ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു, നിനക്ക് അവനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അത് കേട്ട് ഷോക്ക് മാറുന്നതിന് മുന്നേ തന്നെ ബോക്സുവിന്റെ അച്ഛൻ ബോക്സുവിന്റെ ലൈഫ് അറേഞ്ച്ഡ് ആണ്, അവന് മാച്ച് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്, ഈ വർഷം അവസാനം അവന്റെ കല്യാണം ഉണ്ടാവും എന്ന് പറയുന്നു. ഈ കാര്യം അവനറിയോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നതും അവൻ അറിഞ്ഞില്ലേലും ഇപ്പൊ എന്താ, ലവ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്, എന്നാൽ എല്ലാ ലവും ബ്യൂട്ടിഫുൾ അല്ല, അവന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറി നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. ഷെൻഷൻ എന്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് അത് നിങ്ങളോട് വന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയുന്നു. ബോക്സുവിന് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒന്നായിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ബോക്സുവിന്റെ അച്ഛൻ ചോദിക്കുന്നു. ഷെൻഷൻ അവന്റെ റിലേഷൻ അവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അവൻ ആരെ സ്നേഹിക്കും, എത്ര കാലം സ്നേഹിക്കും എന്നൊക്കെ അവന് മാത്രമേ അറിയുള്ളൂ, അവന്റെ സ്നേഹം ഒരിക്കലും എനിക്ക് അളന്നു പറയാൻ കഴിയില്ല, അവന്റെ സ്നേഹം അവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആർക്കും അവനെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശമില്ല, നിങ്ങളുടെ ലൈഫിലേക്ക് തലയിടാനുള്ള അവകാശം എനിക്കും ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾക്കും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് തലയിടാനുള്ള അവകാശമില്ല, എനിക്ക് നിങ്ങളോട് റെസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്ത ചായക്ക് താങ്ക്സും പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ആകെ സാഡ് ആയിട്ടാണ് അവള് നടക്കുന്നത്. ഇവിടെ ബോക്സും അവന്റെ ചേച്ചിയും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചേച്ചി അവനോട് ഷെൻഷൻ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ബോക്സു എങ്ങനെയാ ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല, എല്ലാം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് അവൾ അത് നശിപ്പിക്കും എന്ന് പറയുന്നു. ചേച്ചി നീ എന്ത് സ്റ്റുപ്പിഡാ, അവക്ക് വേണ്ടിയാണ് നീ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിപ്പോയെ, ആ കാര്യം അവളോട് പറ, അവൾ എന്തായാലും യെസ് പറയും എന്ന് പറയുന്നു. അവളെങ്ങാ നോ പറഞ്ഞാലോ, ബോക്സുവിന് ഒരു ഗേള് വേണ്ടാന്ന് വെക്കാന്നൊക്കെ പറഞ്ഞ് അയ്യേ നാണക്കേട് എന്നവൻ പറയുന്നു. ഇപ്പൊ ചേച്ചി അവന്റെ ജ്വൽ സെറ്റ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കുന്നു. അവൻ ഹാപ്പി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി അവനോട് പണം വേണോന്ന് ചോദിക്കുന്നു. ബോക്സു എനിക്ക് നിന്റെ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഷെൻഷന്റെ കയ്യിൽ നിന്നാ ഞാൻ ചെലവാക്കുന്നത് എന്ന് പറയുന്നു. ചേച്ചി നീ വെള്ളം പോലെയാ പണം ചെലവാക്കുന്നത്, അവളുടെ പണം നീ വേസ്റ്റ് ചെയ്യരുത് എന്ന് അഡ്വൈസ് കൊടുക്കുന്നു. ബോക്സു അതെ നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടാ പച്ചക്കറി വരെ വാങ്ങുന്നേ എന്ന് പറയുന്നു. ചേച്ചി ചിരിച്ചിട്ട്
നീ ഒരാളോട് ബാർഗെയിൻ ചെയ്യുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. നിന്നെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നെ എങ്ങനെ തിരിച്ചറിയാനാ, ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല എന്നവൻ പറയുന്നു. ചേച്ചി പിന്നെയും അവനോട് പണം വേണോന്ന് ചോദിക്കുന്നുണ്ട് ബോക്സു. എത്ര തവണയാ നീ ചോദിക്കുന്നേ? എനിക്ക് വേണ്ടാന്നേ. അവളുടെ പണം ഞാൻ പതുക്കെ പതുക്കെ തിരിച്ചു കൊടുത്തോളാം. സത്യത്തിൽ അവളുടെ പണം ഇങ്ങനെ ചിലവാക്കുന്നതിൽ എനിക്ക് കുറച്ച് കഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ജീവിതം വെച്ചിട്ട് ഞാനത് അവൾക്ക് തിരിച്ചു കൊടുക്കും എന്നവൻ പറയുന്നു. ഇപ്പൊ ബോക്സു ഷെൻഷനുള്ള ഫുഡും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അവളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അമേരിക്കയിൽ വെച്ച് നടക്കുന്ന സിംഗിങ് കോൺടെസ്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ഉറങ്ങിപ്പോയതാണെന്ന് അവളുടെ ഡയറി ഒക്കെ കാണുമ്പോൾ അവന് മനസ്സിലാവുന്നു. ബോക്സു ഇപ്പൊ അവന്റെ ഫോൺ എടുത്ത് ആ ജുവൽ സെറ്റ് അവൾക്ക് മാച്ച് ആവുന്നുണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെയും അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല ക്യൂട്ടായിട്ട് കിടന്നുറങ്ങുന്ന ഷെൻഷൻ അവൻ ശ്രദ്ധിക്കുന്നത്. അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഷെൻഷൻ കണ്ണു തുറക്കുന്നു. എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ അവൻ ഷോക്കായി ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഷെൻഷൻ ആ കവറിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ബോക്സ് പെട്ടെന്ന് തന്നെ അത് നിനക്കുള്ള ഫുഡാ എന്ന് പറഞ്ഞ് ഫുഡ് എടുക്കുന്നു. ജസ്റ്റ് മിസ് എന്ന് ചിന്തിച്ച് അവക്ക് ഫുഡ് കൊടുക്കുന്നതും ഷെൻഷൻ വിശപ്പില്ലാന്ന് പറയുന്നു. ബോക്സു നീ ബാഡ് മൂഡിലാണോ എന്ന് ചോദിക്കുന്നു. നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. എന്റെ അച്ഛൻ നിന്നെ എന്താ ചെയ്തേ എന്നവൻ ചോദിക്കുന്നു. പക്ഷെ നോ റിപ്ലൈ. പിറ്റേന്ന് രാവിലെ തന്നെ ബോക്സു തന്റെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. അച്ഛൻ നീ വന്നോ, കയ്യിൽ പൈസയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നു. ബോക്സു നിങ്ങൾ എന്റെ അപ്പാർട്ട്മെന്റ് തിരിച്ചെടുത്തു, കാർഡ് ബ്ലോക്ക് ചെയ്തു, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ലൈഫിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാനത് കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ഇപ്പൊ അവളുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്തു, അത് ശരിയല്ല എന്ന് പറയുന്നു. ഓ അവളത് നിന്നോട് വന്ന് പറഞ്ഞോ എന്ന് അച്ഛൻ ചോദിച്ചതും ബോക്സു നിങ്ങൾക്ക് അവളെ കുറിച്ച് ഒന്നും അറിയില്ല, അവൾ അങ്ങനെ ഒരാളല്ല, വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവാം, എന്നാൽ അവൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. അച്ഛൻ വീണ്ടും അവരുടെ റിലേഷനെ എതിർക്കുന്നു. ബോക്സു ഞാൻ സ്നേഹിക്കുന്ന ആളെയല്ലേ ഞാൻ വിവാഹം കഴിക്കേണ്ടത്? ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഇത് എന്റെ ജീവിതമല്ലേ. എന്റെ ജീവിതത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ഹാപ്പിയായി ജീവിക്കുക എന്നെല്ലാം അവൻ ചോദിക്കുന്നു. എന്നിട്ട് നീ ഇപ്പൊ ഹാപ്പിയാണോ എന്നാണ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിലും സന്തോഷം കണ്ടെത്താൻ എനിക്ക് പറ്റുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു, എന്നാലും ഈ ലൈഫ് അടിപൊളിയാണ്. ഇത് പറഞ്ഞ് വീണ്ടും ബോക്സു എനിക്ക് ഷെൻഷനെ ഇഷ്ടമാണ്. മകൻ എന്ന നിലയിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനോ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനോ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഇത് നിന്റെ വീട് തന്നെയാണ് ാണെന്ന് നീ ഓർക്കണം എന്ന് അച്ഛൻ പറയുന്നു. ഹെൽത്ത് നന്നായി നോക്കാൻ പറഞ്ഞ് ബോക്സു അവിടുന്ന് പോകുന്നു. ഇവിടെ സീറോ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവിടെ യുവാൻ ഉണ്ട്. നീ എന്താ ഇവിടെ എന്ന് സീറോ ചോദിക്കുന്നു. നിനക്ക് വയ്യല്ലോ, സോ ഇന്ന് മുതൽ എന്റെ ഡ്യൂട്ടി നിന്നെ നോക്കലാണ് എന്ന് പറഞ്ഞ് അവന് ചെയറിലിരുത്തി യുവാൻ അവന് സൂപ്പ് കൊടുക്കുന്നു. സീറോ നീ വീട്ടിലേക്ക് പോക്കോ, രാത്രിയായില്ലേ, സേഫ് അല്ല, രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. യുവാന് നീ ഒറ്റയ്ക്കുള്ളപ്പോ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? നിന്റെ സൂപ്പിൽ എന്തെങ്കിലും ഞാൻ ചേർത്തിട്ടുണ്ടാവും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇതോടുകൂടെ ഈ എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.